ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന. യേശുവേ ആരാധന. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്നത് സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 13-ാം അധ്യായത്തിൽ 14-ാമത്തെ തിരുലിഖിതം. ജ്ഞാനിയുടെ ഉപദേശം ജീവൻ്റെ ഉറവയാണ്. മരണത്തിൻ്റെ കെണിയിൽ നിന്ന് രക്ഷപ്പെടാൻ അത് നമ്മെ സഹായിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ സങ്കീർണങ്ങളായ പല സാഹചര്യങ്ങളിലൂടെ നാം കടന്നു പോകേണ്ടി വരും. വളരെ അന്ധകാരം നിറഞ്ഞ ജീവിത അനുഭവങ്ങളിലൂടെയും നാം കടന്നു പോകേണ്ടി വരും. അങ്ങനെ നാം കടന്നു പോകേണ്ടി വരുമ്പോൾ തക്ക സമയത്ത് നമ്മുടെ ആന്തരിക നേത്രങ്ങൾ കുരുടായി പോകുന്ന സമയത്ത്, നമ്മുടെ ആന്തരിക നേത്രങ്ങൾ ഇരുട്ടായി പോകുന്ന സമയത്ത് ജീവൻ്റെ പാതകൾ പറഞ്ഞു തരാൻ ആരെങ്കിലും നമുക്കുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിന് വലിയ ഒരു സംരക്ഷണമാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 18-ാം അധ്യായത്തിൽ 19-ാം തിരുലിഖിതം, സഹായത്തിന് സഹോദരനുള്ളവൻ ഉറപ്പുള്ള നഗരം പോലെയാണ്. ശത്രുക്കൾക്ക് പെട്ടെന്ന് അതിനെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ തന്നെ ഒരു അനുഭവം ഞാൻ നിങ്ങളോട് പറയാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വൈദിക പട്ടം കിട്ടി വൈദിക ജീവിതം ആരംഭിച്ച ആ പൗരോഹിത്യ ജീവിതത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങൾ, ഒരു കൊച്ചനായിരിക്കുന്ന കാലഘട്ടം 1990-കളുടെ രണ്ടാമത്തെ പകുതി, 90-കളുടെ അവസാനത്തെ കാലഘട്ടം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു മീറ്റിങ്ങിൽ വെച്ച് വളരെ പ്രകോപനപരമായി പല ആളുകളും പല അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അഭിമന്യ പിതാവാണ് ആ മീറ്റിങ്ങിൽ അധ്യക്ഷനായിരിക്കുന്നത്. അപ്പോൾ പല അഭിപ്രായ വ്യത്യാസങ്ങളുള്ള പല വിഷയങ്ങളും അവിടെ ചർച്ച ചെയ്യപ്പെടുകയാണ്. അപ്പോൾ എനിക്ക് ചില വിഷയങ്ങളെക്കുറിച്ച് എനിക്ക് വളരെ വികാരഭരിതമായ ചില അഭിപ്രായങ്ങൾ പറയാൻ ശക്തമായി തോന്നൽ വന്നു. അവർ തോന്നൽ വന്ന പിന്നെ വേഗം എഴുന്നേറ്റ് പറയുക, അത് സത്യമാണെന്ന് നമുക്ക് 100% ഉറപ്പുണ്ടെങ്കിൽ പറയുക എന്നുള്ളതാണ് എൻ്റെ ഒരു ബോധ്യം. അങ്ങനെ ഞാൻ വേഗം ആ ചെറുപ്പത്തിൻ്റെ ആ ചോരത്തളപ്പിൽ ഞാൻ വേഗം അത് പറയാൻ വേണ്ടി തയ്യാറെടുത്ത് ചാടി എഴുന്നേൽക്കാൻ ശ്രമിക്കുകയാണ്. ആ സമയത്ത് തൊട്ടടുത്ത് എൻ്റെ വളരെ സ്നേഹിതനും എന്നെ 100% അറിയാവുന്ന ഒരു അച്ഛൻ തൊട്ടടുത്ത് ഇരിക്കുകയാണ്. ആ അച്ഛൻ പതുക്കെ എൻ്റെ കരം പിടിച്ചിട്ട് പറഞ്ഞു, അച്ഛാ, അച്ഛനൊരച്ഛനാണ്, പിതാവ് ഒരു പിതാവാണ്. അതുകൊണ്ട് അച്ഛൻ വികാരഭരിതമായി ഒരു കാര്യം സംസാരിക്കാൻ തുടങ്ങുമ്പോൾ 2 തവണ ആലോചിക്കണം. അതുകൊണ്ട് അച്ഛൻ ഇപ്പോൾ അത് പറഞ്ഞില്ലെങ്കിലും ലോകം ഇടിഞ്ഞു വീഴുമൊന്നുമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഒരു സെക്കൻഡ് ഞാൻ വീണ്ടും ചിന്തിച്ചു. ഒരു വീണ്ടും വിചാരം, ശരിയാണ്, ഞാൻ ഈ പറയുന്നത് വളരെ വിവാദപരമായ ഒരു പ്രസ്താവനയാണ്. ഇത് വികാരഭരിതമായൊരു രംഗമാണ്. ഇവിടെ ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ അത് പാളിപ്പോവുകയോ താളപ്പഴ വരികയോ ചെയ്താൽ അത് പിന്നെ എനിക്ക് തിരിച്ച് അത് നേരെയാക്കാൻ പറ്റുകയില്ല. ഒരു സെക്കൻഡ് ആലോചിച്ചപ്പോൾ എനിക്ക് വീണ്ടും വിചാരമുണ്ടായി. ഞാൻ അഭിപ്രായം അന്ന് പറഞ്ഞില്ല, ഞാൻ അവിടെ ഇരുന്നു. പിന്നെ അത് ശാന്തമായി. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതിന് ശേഷം ഞാൻ തിരിഞ്ഞു ചിന്തിക്കുമ്പോൾ അന്ന് ആ അഭിപ്രായം ആ വിധത്തിൽ എനിക്ക് പറയാൻ വന്ന ആ വിധത്തിൽ തന്നെ ഞാനത് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ അത് ഗുണത്തേക്കാളേറെ ഒരുപാട് പേർക്ക് മുറിവിനും വേദനയ്ക്കും കാരണമാകുമായിരുന്നു. നോക്ക്, ഒരു വലിയ അനർത്ഥം, ഒരു വലിയ ദുരന്തം വിളിച്ചു വരുത്താമായിരുന്ന രംഗമാണത്. അപ്പോൾ ജ്ഞാനിയും ദൈവകൃപ നിറഞ്ഞവനുമായ ഒരു സ്നേഹിതൻ തൊട്ടടുത്തുണ്ടായിരുന്നത് വലിയ അനുഗ്രഹത്തിന് കാരണമായി. അതാണ് സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 18-ാം അധ്യായത്തിൽ 19-ാമത്തെ വാക്യം നമ്മൾ വായിച്ചത്. സഹായത്തിന് സഹോദരനുള്ളവൻ ഉറപ്പുള്ള നഗരം പോലെയാണ്. ജ്ഞാനിയുടെ ഉപദേശം ജീവൻ്റെ ഉറവയാണ്. അത് നമുക്ക് മാത്രമല്ല, നമ്മുടെ അവിവേകം വഴി മുറിവേൽക്കാനും തകരാനും സാധ്യതയുള്ള അനേകർക്ക് അത് ജീവൻ്റെ ഉറവയാണ്.
പ്രിയപ്പെട്ട സഹോദരങ്ങൾ, വേറൊരു വാക്കി പറഞ്ഞാൽ നാം ജ്ഞാനികളായവരുടെ ഉപദേശത്തെ ശ്രവിക്കണം. ജ്ഞാനികളായവരുടെ ഉപദേശത്തെ നാം അന്വേഷിക്കണം. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഈ നിമിഷങ്ങളിൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒന്ന് ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഈ വചന ശുശ്രൂഷ നിമിഷങ്ങളിൽ എല്ലാ അവിവേകത്തിൻ്റെ കെട്ടുകൾ അഴിയണം, എല്ലാ ദുരുപദേശത്തിൻ്റെ കെട്ടുകൾ അഴിയണം. നേരായ മാർഗത്തിൽ നടത്തുന്ന സത്യോപദേശം നൽകുന്ന സത്യോപദേശികളെ വലിയ ബഹുമാനത്തോടെ ദൈവം അയച്ച ദൈവത്തിൻ്റെ ദാസന്മാരെന്ന നിലയിൽ അവരെ സ്വീകരിക്കാൻ. ഒരുപക്ഷെ അവർ വീട്ടിൽ നമ്മുടെ അമ്മയായിരിക്കാം, വീട്ടിലെ അപ്പനായിരിക്കാം, വീട്ടിലെ ചേട്ടനായിരിക്കാം, അനിയനായിരിക്കാം, അനിയത്തിയായിരിക്കാം, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന സഹപ്രവർത്തകരായിരിക്കാം. സത്യോപദേശം നൽകുന്നവരുണ്ടെങ്കിൽ അവർ ദൈവം നമുക്ക് നൽകിയ അത്യുന്നതമായ ഒരു അനുഗ്രഹമായി അവരെ നമ്മൾ മാനിക്കണം. ഇങ്ങനെ പ്രാർത്ഥിക്കാം. യേശുവേ, ജീവിതത്തിന്റെ അന്ധകാരാവൃതമായ നാളുകളിൽ പാപത്തിൽ വീഴാതെ രക്ഷിക്കുവാൻ അങ്ങയുടെ ജ്ഞാനത്തെ അയക്കണമേ. യേശുവേ, സങ്കീർണങ്ങളും സമ്മർദ്ദം പൂരിതമായ സാഹചര്യങ്ങളിലൂടെ നടന്നു പോകേണ്ടി വരുമ്പോൾ സത്യ വെളിച്ചത്തിൽ നീങ്ങുവാൻ സത്യ ഉപദേശം തരുന്നവരെ ഞങ്ങളുടെ അടുക്കലേക്ക് അയക്കണമേ. അവരെ മാനിക്കുവാനുള്ള അഭിഷേകം നൽകണമേ. കരങ്ങൾ ഉയർത്തി നമുക്ക് ഉറക്കെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ആത്മാവിനെ അയക്കണമേ. ഓ ദൈവമേ, ആത്മാവിനെ അയക്കണമേ. ഓ ദൈവമേ, ആത്മാവിനെ അയക്കണമേ. അത്യുന്നത ശക്തി അയക്കണമേ. ക്ഷീണങ്ങൾ മാറിപ്പോകട്ടെ. ദൈവവചനത്തിന് വേണ്ടി കാതുകൾ തുറക്കാൻ കൃപ ലഭിക്കട്ടെ. ഞങ്ങളുടെ കൂടെ അങ്ങ് അയച്ചിട്ടുള്ള അങ്ങയുടെ ദാസന്മാർ പറയുമ്പോൾ ശ്രവിക്കാൻ സത്യോപദേശം സ്വീകരിക്കുന്ന ആത്മാവിനെ അയക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. യേശുവേ, 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 കൃപ വർഷിക്കണമേ. ജ്ഞാനം തുറക്കണമേ. അഭിഷേകം തുറക്കണമേ. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ആരാധന, ആരാധന. യേശുവേ, ആരാധന. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Amen. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഇരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ തിരുലിഖിതം, ഇതിനെക്കുറിച്ച് വീണ്ടും ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മളോട് സംസാരിക്കാറുണ്ട്. സുഭാഷിതങ്ങൾ 13-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? വിവേകമുള്ള മകൻ പിതാവിൻ്റെ ഉപദേശം കേൾക്കുന്നു, പരിഹാസകൻ ശാസനം ഇഷ്ടപ്പെടുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് വളരെ അടിസ്ഥാനപരമായ ഒരു കാര്യമാണ്. വിവേകമുള്ള മകൻ പിതാവിൻ്റെ ഉപദേശത്തെ ശ്രവിക്കുന്നു, കേൾക്കുന്നു, സ്വീകരിക്കുന്നു. പരിഹാസകൻ ശാസനം അവഗണിക്കുന്നു. നമ്മുടെ കുടുംബത്തിൽ തന്നെ നമുക്ക് നല്ല ഉപദേശങ്ങൾ തരുന്നവരെ കർത്താവ് ഉയർത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മുടെ കൂടപ്പിറപ്പായിരിക്കാം, ചേട്ടനോ ചേച്ചിയോ അനിയനോ അനിയത്തിയായിരിക്കാം, ഒരുപക്ഷെ നമ്മുടെ അപ്പനായിരിക്കാം, ഒരുപക്ഷെ നമ്മുടെ അമ്മയായിരിക്കാം. നമ്മുടെ ജീവിതത്തിന് നിർദ്ദേശം നൽകാൻ ഒരു വ്യക്തിയുള്ളത് അഭിമാനമായി നമ്മൾ കരുതണം. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ചിലപ്പോൾ നമ്മുടെ വികാരിച്ചനായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ കോൺവെന്റിലെ ഒരു സിസ്റ്ററോ, അല്ലെങ്കിൽ നമ്മുടെ ഇടവകയിലെ കാറ്റഗീസം പറയുന്ന ഒരു കാറ്റഗീസം മാഷോ, അല്ലെങ്കിൽ നല്ലൊരു മനുഷ്യനോ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അവരെ ഒരു ഉപദേശം, ഒരു നിർദ്ദേശം തരുമ്പോൾ ഞാൻ നിങ്ങൾ സ്വീകരിക്കുന്ന ഒരു തുറവിയുള്ളവരാണെങ്കിൽ ഒരുപാട് തരത്തിലുള്ള പ്രതികൂലങ്ങളിൽ അത് നമുക്ക് വഴികാട്ടിയായിരിക്കും, അത് നമുക്ക് വെളിച്ചമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഒരു വ്യക്തിയുടെ അനുഭവം ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. എൻ്റെ പേര് ജിബി വർഗീസ്. ഞാൻ അങ്കമാലി ബസ്ലിക്ക ഇടവക അംഗമാണ്. ഞാൻ വിവാഹം കഴിഞ്ഞിട്ട് 6 വർഷം ഞങ്ങൾക്ക് മക്കളുണ്ടായിരുന്നില്ല. ആ ഒരു വലിയൊരു സങ്കടം ഞങ്ങളുടെ വീട്ടിൽ അപ്പച്ചനും അമ്മച്ചിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ധാരാളമായിട്ടുണ്ടായിരുന്നു. അഭിഷേകാഗ്നി കാണുമ്പോഴൊക്കെ എൻ്റെ അമ്മ, പ്രത്യേകം എൻ്റെ ഭാര്യ, ഞങ്ങളെല്ലാവരും കണ്ണീരോടെ പ്രാർത്ഥിക്കും. പലരുടെയും ജീവിതത്തിൽ ദൈവം ഇടപെടുന്നതായിട്ട് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാത്തത്? അങ്ങനെ കാഞ്ഞൂര് വട്ടായിലച്ഛൻ്റെ കൺവെൻഷൻ നടക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ കളപ്പുരയ്ക്കലച്ഛൻ ഞങ്ങളോട് പറഞ്ഞു, അവിടെ വന്ന് വട്ടായിലച്ഛനെ ഒന്ന് കാണണം. അങ്ങനെ സെബാസ്റ്റ്യൻ അച്ഛൻ്റെ ഒരു റെക്കമെൻഡേഷനോട് കൂടിയിട്ട് അച്ഛൻ്റെ മുറിയിൽ അച്ഛൻ ഞങ്ങൾക്ക് വട്ടായിലച്ഛനെ കാണാനുള്ള അവസരമുണ്ടാക്കി. വട്ടായിലച്ഛനെ കാത്ത് ഞങ്ങൾ 1.5 മണിക്കൂർ അവിടെ നിന്നു, അച്ഛൻ്റെ മുറിയിൽ വരുന്നതും കാത്ത്. അങ്ങനെ വട്ടായിലച്ഛൻ വന്നു.
ഞങ്ങളുടെ മേളിൽ കൈവച്ച് 1 മിനിറ്റ് പ്രാർത്ഥിച്ചു. അപ്പം ഞങ്ങൾ വിചാരിച്ചിരുന്നത് വട്ടായിലച്ഛൻ വന്ന് പ്രാർത്ഥിക്കും, ഞങ്ങളുടെ എല്ലാ വിഷമങ്ങളും അച്ഛനോട് പറയാം, അച്ഛൻ ഇതെല്ലാം കേൾക്കും. അങ്ങനെ അച്ഛൻ്റെ ഭാഗത്തു നിന്ന് ഒന്നും കൊണ്ട് ചോദിച്ചില്ല. അച്ഛൻ 1 മിനിറ്റ് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു, ധൈര്യമായി പോകുക, നിങ്ങളുടെ എല്ലാ കാര്യത്തിനും ദൈവം പരിശുദ്ധ അമ്മയിലൂടെ ഒരു മറുപടി തരും, അമ്മയോട് മുട്ടിപ്പായി വിളിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി സെബാസ്റ്റ്യൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഈ കാര്യങ്ങൾ വിചാരിച്ച പോലൊന്നും നടന്നില്ല, അച്ഛൻ ഞങ്ങളോട് ആകെ പറഞ്ഞത് പ്രാർത്ഥിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ സെബാസ്റ്റ്യൻ അച്ഛൻ അകത്ത് പോയിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് എന്നോട് പറഞ്ഞു, നിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് അന്ന് 5.5 വർഷമാണ് ആയിട്ട് 2010 പകുതിക്കാണ് ഞങ്ങൾ അവിടെ കൺവെൻഷന് പോയത്. നിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 5.5 വർഷമല്ലേ ആയിട്ടുള്ളൂ, ഇവിടെ 14 വർഷമുള്ളവരാണ് ആ നിൽക്കുന്ന 4 പേര്. അച്ഛൻ മാതാവിൻ്റെ മാധ്യസ്ഥത്താൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞുവെങ്കിൽ തീർച്ചയായിട്ടും നീ അമ്മയോട് പ്രാർത്ഥിക്ക്, നിങ്ങൾക്ക് ആ കൊച്ചിന് ലഭിക്കും. അങ്ങനെ അഭിഷേകാഗ്നി പ്രാർത്ഥന നടക്കുമ്പോൾ ഞങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. 2-3 വർഷമായിട്ട് ഞങ്ങളുടെ ഇടവകയിൽ അങ്കമാലി ബസിലിക്കയിലെ ആരോഗ്യമാതാവിൻ്റെ തിരുനാൾ ഏറ്റെടുത്ത് നടത്താൻ ഞങ്ങൾ ആഗ്രഹിച്ചു നടക്കുന്നു. 2011 അത് നടത്താനുള്ള ഒരു അവസരം ഞങ്ങൾക്ക് ലഭിച്ചു. അങ്ങനെ 2011 ആരോഗ്യമാതാവിൻ്റെ തിരുനാൾ 2011 സെപ്റ്റംബർ 11 ഞങ്ങൾ അങ്കമാലി ഇടവകയിൽ പ്രസിദ്ധേന്തിയായിട്ട് ഇതേ നിയോഗത്തിൽ മാതാവിൻ്റെ പെരുന്നാൾ കഴിച്ചു. അതിനുശേഷമുള്ള അഭിഷേകാഗ്നി ശുശ്രൂഷയിലും അട്ടപ്പാടിയിലേക്കുള്ള പ്രത്യേകമായിട്ടുള്ള യാചനാ പ്രാർത്ഥനയിലും ഞങ്ങൾ എഴുതി അയച്ചു. ഈ വർഷം ഞങ്ങളിത് പ്രതീക്ഷിക്കുന്നുണ്ട്, ഈ വർഷം മാതാവ് വഴി ഒരു അത്ഭുതം പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന്. അത്ഭുതമെന്ന് പറയട്ടെ, 3 മാസം കഴിഞ്ഞപ്പോൾ ഭാര്യ ഗർഭിണിയായി. വീണ്ടും ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം 6 വർഷമൊക്കെ കഴിഞ്ഞിട്ട് കുട്ടി ഉണ്ടാകാൻ പോകുന്നു, അത് പലപ്പോഴും റിസ്ക് പ്രഗ്നൻസി ആണെന്ന് പറയപ്പെടുന്നു. പക്ഷേ ഞങ്ങളുടെ കാര്യത്തിൽ ഡോക്ടർമാർ ഞങ്ങളോട് പറഞ്ഞതല്ലാതെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സംരക്ഷണം ഞങ്ങൾക്കുള്ളതായിട്ട് ഞങ്ങൾക്ക് തോന്നിയിരുന്നു. കാരണം ഞങ്ങളുടെ ഒരു പരിപാടിക്കും ഞങ്ങളുടെ ജോലിക്കോ മറ്റോ ഒരു തടസ്സമുണ്ടാക്കാത്ത രീതിയിലുള്ള ഒരു ആരോഗ്യം ദൈവം ഞങ്ങൾക്ക് നൽകി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ഡേറ്റ് പറഞ്ഞിരുന്നത് സെപ്റ്റംബർ 26 ആയിരുന്നു. ഈ മാസം 26 ആയിരുന്നു ഡേറ്റ് പറഞ്ഞിരുന്നത്. ഈ മാസം 11 ഒരു ചെക്കപ്പിന് വേണ്ടി ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ വെച്ച് ഒരു ചെറിയ പെയിൻ അനുഭവപ്പെട്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് ശരിക്കും ഒറിജിനൽ ഡെലിവറിക്കുള്ളൊരു പെയിനാണ്, അതുകൊണ്ട് ലേബർ റൂമിലേക്ക് പ്രവേശിപ്പിക്കണമെന്ന് പറഞ്ഞു. ലേബർ റൂമിലേക്ക് ഞങ്ങൾ ഒന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല, നേരെ ലേബർ റൂമിലേക്ക് കയറ്റി. ഉടനെ ഞങ്ങൾ ഓർത്തു, കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 11 ആരോഗ്യമാതാവിൻ്റെ പെരുന്നാൾ ഞങ്ങൾ ആഘോഷിച്ചത്, ഞങ്ങൾ നടത്തിയത്. ഈ സെപ്റ്റംബർ 11 ഇതാ ദൈവം ഞങ്ങൾക്കായിട്ട് ഒരുക്കുന്നു. അങ്ങനെ ഈ രാവിലെ 9 മണിക്ക് ലേബർ റൂമിലേക്ക് കയറ്റി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എൻ്റെ പെങ്ങൾ അമ്മയും അട്ടപ്പാടി സഹിയോനിലേക്ക് പ്രത്യേക മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് അയച്ചു. അവിടെ നിന്ന് ഞങ്ങൾക്ക് 12 മണിയോട് കൂടിയിട്ട് ഒരു അറിയിപ്പ് ലഭിച്ചു. അറിയിപ്പ് ഇതാണ്: വിശ്വാസ പ്രമാണം ചൊല്ലുക, നോർമൽ ഡെലിവറി ആയിരിക്കുമെന്ന്. ഞങ്ങൾ കാത്തിരുന്നു, വിശ്വാസ പ്രമാണം ചൊല്ലി. സെപ്റ്റംബർ 11 4:50 നല്ലൊരു പെൺകുഞ്ചിനെ ദൈവം ഞങ്ങൾക്ക് നൽകി എന്ന്. ഞങ്ങളോട് ഡോക്ടർമാർ പറഞ്ഞിരുന്നത് 40% ഉള്ളൂ ഡോക്ടർമാർക്ക് കാരണങ്ങൾ കണ്ടുപിടിക്കാൻ. 60% ഇത് അജ്ഞാതമാണ്. എന്തുകൊണ്ട് പ്രഗ്നൻസി, എന്തുകൊണ്ട് കുട്ടി ഉണ്ടാകുന്നില്ല എന്നുള്ളത്. തീർച്ചയായിട്ടും സങ്കീർത്തനം 127:3 തിരിച്ചു പോകുന്നു. മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്, ഉദരഫലം അവിടത്തെ സമ്മാനം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥന ഒരു ചെറിയ പ്രാർത്ഥന എന്ന് ചിന്തിക്കരുത്. നമ്മുടെ സഭയിലെ വിശ്വാസത്തിൻ്റെ വലിയൊരു മേഖലയാണ് പരിശുദ്ധ അമ്മയോടുള്ള കൂട്ടായ്മ, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വിളിച്ചുള്ള പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്. അന്ന് കാഞ്ഞൂർ പള്ളി ഞാൻ ഓർക്കുന്നുണ്ട്, ഭയങ്കര തിരക്ക്. 1 മിനിറ്റ് എനിക്ക് കൈവച്ച് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. 1 മിനിറ്റ് പ്രാർത്ഥിച്ച സമയത്ത് പെട്ടെന്ന് പരിശുദ്ധ അമ്മേനെ കാണുന്നത്. പിന്നെ എനിക്ക് അതിനകത്ത് കാര്യമായിട്ട് വേറെ ഒന്നും പറയാനില്ല. ഒന്ന് അമ്മയോട് പ്രാർത്ഥിക്കും, ദൈവം കാര്യം നടക്കുമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഇവരത് അനുസരിച്ച്, കാര്യം ഇവർ പഠിപ്പും എല്ലാ കാര്യത്തിലും ദൈവത്തിന് അനുഗ്രഹമുള്ള കുടുംബമാണ്. പക്ഷേ അത് ധിക്കരിക്കാൻ അവർക്ക് തോന്നിയില്ല. അവരനുസരിച്ച് ഒരച്ഛൻ പറഞ്ഞ കാര്യമുണ്ട്. അങ്ങനെ പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ അവർ ഈ എടവപ്പള്ളി തന്നെ ഒരു പ്രാർത്ഥന നടത്തി. ദൈവം അവരെ അനുഗ്രഹിച്ചു. ആ സെപ്റ്റംബർ 11 തന്നെ
കുട്ടി ജനിക്കാൻ ഇത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴിയുള്ള കുട്ടിയാണെന്ന് ഇവർക്ക് ബോധ്യം കിട്ടാൻ വേണ്ടി ഇവരെന്നാണോ മാതാവിൻ്റെ തിരുനാൾ ആ ഡേറ്റ് തന്നെ ഒരു കുട്ടിയെ കൊടുത്തുകൊണ്ട് അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഒരു കുടുംബത്തിൻ്റെ ആ ഒരു അനുഭവം നിങ്ങൾ ശ്രദ്ധിക്കുക. അവർ ഇങ്ങനൊരു സങ്കീർണ സാഹചര്യം വന്നിരിക്കുകയാണ്. അപ്പോൾ അവർ അച്ഛനെ കാണാൻ ഒരുപാട് പ്രതീക്ഷയോടെ ഇരുന്നു. പക്ഷേ ഒരു മിനിറ്റ്, ആ ഒരു സമയം അവർക്ക് ഒരുപക്ഷെ നിരാശയിലേക്ക് പോകാൻ സാധ്യതയുള്ളൊരു സമയമായിരുന്നു. ഒരുപക്ഷെ നിഷേധ ചിന്തകളിലേക്ക് പോകാൻ സാധ്യതയുള്ളൊരു സമയമായിരുന്നു. അപ്പോൾ പെരിയ ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ കളപ്പരച്ചൻ, കാഞ്ഞൂർ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ ആ ഫൊറോന പള്ളിയുടെ വികാരിയച്ഛനായിരുന്ന ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ കളപ്പരച്ചൻ ഒരു ജ്ഞാനം പകർന്നു കൊടുത്തു. നിന്നോട് മാതാവിനോട് പ്രാർത്ഥിക്കാനല്ല പറഞ്ഞിരിക്കുന്നത്, നീ മാതാവിനോട് പ്രാർത്ഥിക്കുക. ഒരു 2-3 സെൻറ്റൻസ് അച്ഛൻ പറഞ്ഞു. അതെല്ലാം ദൈവത്തിൻ്റെ ജ്ഞാനമായിരുന്നു. അപ്പോൾ ഇവരുടെ ഹൃദയത്തെ ഗ്രസിക്കാമാകുന്ന ഇരുട്ടെല്ലാം ഓടിയാകുന്നു. ഇരുട്ടെല്ലാം പമ്പ കടന്ന് ഇവർക്ക് ഒരു കൂടുതൽ തുറവി, കൂടുതൽ ഉന്മേഷം, കൂടുതൽ പ്രത്യാശ, കൂടുതൽ സ്നേഹം ഹൃദയത്തിലേക്ക് അങ്ങോട്ട് പ്രവഹിക്കാൻ തുടങ്ങി. അതാണ് സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 13-ാം അധ്യായത്തിൽ 14-ാം തിരുലിഖിതം, ജ്ഞാനിയുടെ ഉപദേശം ജീവൻ്റെ ഉറവയാണ്. അത് ജീവനിലേക്ക് അങ്ങോട്ട് നയിക്കും. ജീവൻ്റെ ഉറവയാണ്. ഉറവയെന്ന് വെള്ളം വരും. പിന്നെ പ്രത്യാശ, ഉത്സാഹം, പ്രാർത്ഥന, ദൈവഭക്തി, എല്ലാ പോസിറ്റീവ് കാര്യങ്ങളും അവിടെ അങ്ങോട്ട് ജ്വലിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ബഹുമാനപ്പെട്ട ആ സെബാസ്റ്റ്യൻ കളപ്പരക്കലച്ചൻ ആ പറഞ്ഞ വാക്കുകൾ, അതാണ് ശരിക്കും ജ്ഞാനിയുടെ ഉപദേശം. ഹല്ലേലൂയ. ഇതുപോലുള്ള സങ്കീർണ സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ ആ നിർണായക സമയത്ത് ഇതേപോലെ ജ്ഞാനിയുടെ ഒരു ഉപദേശം നമുക്ക് ആവശ്യമാണ്. നമ്മുടെ ഹൃദയം നല്ലതാണ്, എല്ലാവരും നല്ലത് തന്നെ. പക്ഷെ തക്ക സമയത്ത് ആ ഒരു ഉപദേശം കിട്ടുമ്പോഴാണ് നമ്മൾ ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് നീങ്ങുന്നത്. അല്ലെങ്കിൽ ജീവിത അന്ധകാരാവൃതമാകാനുള്ള സാധ്യതയുണ്ട്. അതാണ് വീണ്ടും സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 18-ാം അധ്യായത്തിലെ 15-ാമത്തെ തിരുലിഖിതം വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ബുദ്ധിമാൻ അറിവ് നേടുന്നു, വിവേകി ജ്ഞാനത്തിന് കാതോർക്കുന്നു. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു വിവേകത്തിൻ്റെ അഭിഷേകം പ്രാപിച്ചാൽ, വിവേകിയെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുകയാണ്, വിവേകി ജ്ഞാനത്തിന് കാതോർക്കുന്നു. എന്നാൽ നമ്മളൊരു വഷളനോ ഒരു വെറിയനോ ഒരു പരിഹാസകനോ ആണെന്നിരിക്കട്ടെ, ദുഷ്ടനോ വഷളനോ വെറിയനോ പരിഹാസകനാണെങ്കിൽ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, സുഭാഷിതങ്ങളുടെ പുസ്തകം 13-ാം അധ്യായത്തിൽ 1-ാമത്തെ തിരുലിഖിതം, പരിഹാസകൻ ശാസനം ഇഷ്ടപ്പെടുന്നില്ല, പരിഹാസകൻ നിർദ്ദേശങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല, പരിഹാസകന് ഉപദേശം കേൾക്കുമ്പോൾ തന്നെ പ്രകോപനം ഉണ്ടാവും, വെറുപ്പ് തോന്നും, എടുത്തു ചാടും, കടിച്ച് എന്നെ ആരും ഉപദേശിക്കാൻ പറയണ്ട, ചാടി മറിയുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു സ്വഭാവം, ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു വികട സ്വഭാവം അദ്ദേഹത്തെ അലട്ടാൻ തുടങ്ങും. കാരണം ബേസിക്കായി പരിഹാസകനാണ്. എന്നാൽ വിവേകമുള്ള ഒരു ഹൃദയമാണ് നമുക്കെങ്കിൽ, ഇന്ന് നമ്മളോട് പറഞ്ഞ ആ കുടുംബം വിവേകമുള്ള ഒരു ഹൃദയം, വിവേകമുള്ള ഒരു മനസ്സ്, അതുകൊണ്ട് ഒരു ജ്ഞാനിയുടെ ഉപദേശത്തെ സ്വീകരിച്ച് അവർ അറിവ് പ്രാപിച്ചു. ജ്ഞാനിയുടെ ഉപദേശത്തിന് കാതോർത്ത് അവർ കുടുംബത്തിലെ വലിയ ഒരു പ്രതികൂലത്തെ തരണം ചെയ്യാൻ ദൈവത്തിൽ നിന്ന് ശക്തിയുള്ളവരായി മാറി. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 9-ാം അധ്യായം 18-19 തിരുലിഖിതങ്ങൾ, ജ്ഞാനം ഭൂവാസികളുടെ പാത നേരെയാക്കി, അങ്ങേക്ക് പ്രസാദമുള്ളവ അവരെ പഠിപ്പിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഈ ജ്ഞാനം ഉപദേശിച്ച് തരുന്ന ഓരോ വ്യക്തികളെയും ദൈവം അയച്ചു തരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം അതിന് ഒരുപാട് സ്ഥാനമുണ്ട്. ഭൂവാസികളുടെ പാത നേരെയാക്കുന്നത് ഈ ജ്ഞാനമാണ്. ഭൂവാസികൾക്ക് വിവേകം ഉപദേശിച്ചു കൊടുക്കുന്നത് ജ്ഞാനമാണ്. ജ്ഞാനത്തിന് പുസ്തകം 9-ാം അധ്യായം അതിൽ 19-ാം വാക്യത്തിൽ പറയുകയാണ്, അവർ രക്ഷപ്പെടുകയും ചെയ്തു. അനേക കെണികളിൽ നിന്ന്, അനേക അനർത്ഥങ്ങളിൽ നിന്ന്, അനേക തകർച്ചകളിൽ നിന്ന്, അനേക പാപത്തിൽ നിന്ന്, അനേക ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിക്കുന്ന ജ്ഞാനമുണ്ട്. നമുക്കത് നഷ്ടപ്പെട്ടു പോകുമ്പോൾ അത് ആരെങ്കിലും ഉപദേശിച്ചു തരാൻ നമുക്ക് വേണം. പ്രൈസ് ദി ലോർഡ്. കൊളോസ്യസ് ലേഖനം 3-ാം അധ്യായം 16-ാം തിരുലിഖിതം, നിങ്ങൾ പരസ്പരം ഉപദേശിക്കുമ്പോഴും പഠിപ്പിക്കുമ്പോഴും കൃതജ്ഞത നിറഞ്ഞ ഹൃദയങ്ങളോടെ ദൈവത്തിന് സങ്കീർത്തനങ്ങളും ഗാനങ്ങളും ആത്മീയതകളും പാടുമ്പോഴും ക്രിസ്തുവിൻ്റെ വചനം നിങ്ങളിൽ സമൃദ്ധമായി വസിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
കൊളോസോസ് 3:16 പഠിപ്പിക്കുകയാണ്, നിങ്ങൾ പരസ്പരം പഠിപ്പിക്കുമ്പോഴും നിങ്ങൾ പരസ്പരം ഉപദേശിക്കുമ്പോഴും ക്രിസ്തുവിൻ്റെ വചനം നിങ്ങൾ സമൃദ്ധമായി എന്ന് പറഞ്ഞാൽ ഒരു ക്രിസ്തീയ ജീവിത അന്തരീക്ഷത്തിലെ ഒരു രീതിയാണ് പരസ്പരം പഠിപ്പിക്കണം. നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ അല്പം വ്യതിചലിച്ച് പോകുമ്പോൾ കൂടപ്പിറപ്പുകൾ പരസ്പരം തിരുത്തണം, പറഞ്ഞു കൊടുക്കണം, അത് ചെയ്യരുത്, അങ്ങനെ ഇരിക്കരുത്. പ്രായത്തിൽ മൂത്തവർ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം, നുണ പറയരുത്, അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ്, പ്രഭാതത്തിൽ എഴുന്നേറ്റ് ദേവാലയത്തിലേക്ക് പോകണം, ആദ്യവെള്ളിയാഴ്ച കുമ്പസാരിക്കണം. ഓരോ കാര്യങ്ങളും പരസ്പരം പറഞ്ഞു കൊടുക്കണം, പരസ്പരം ഉപദേശിക്കണം, പരസ്പരം പഠിപ്പിക്കണം. ഇത് ക്രിസ്തീയമായ ഒരു ജീവിതചര്യയാണ്, ഒരു ജീവിത രീതിയാണത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശിക്കുമ്പോൾ സ്വീകരിക്കുന്ന ഒരു മനസ്സ് നമ്മൾ നമ്മുടെ ഉള്ളിൽ കീപ്പപ്പ് ചെയ്യണം. ഹെബ്രായ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ 13-ാം തിരുലിഖിതം വചനം പഠിപ്പിക്കുകയാണ്, ഇന്ന് എന്ന് വിളിക്കപ്പെടുന്ന കാലം ഉള്ളിടത്തോളം ദിവസം എല്ലാ ദിവസവും നിങ്ങൾ പരസ്പരം ഉപദേശിക്കുവിൻ, ഇത് നിങ്ങൾ പാപത്തിൻ്റെ വഞ്ചനയാൽ കഠിന ഹൃദയരാകാതിരിക്കുവാൻ വേണ്ടി തന്നെ. നിങ്ങൾ പരസ്പരം പഠിപ്പിക്കണം, തിരുത്തണം, ഉപദേശിക്കണം. ഇത് ദൈവാത്മാവ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജ്ഞാനിയുടെ ഉപദേശം ജീവൻ്റെ ഉറവയാണ്. എൻ്റെ ചുറ്റുപാടുമുള്ള ദൈവമക്കൾ ജീവൻ്റെ മാർഗത്തിൽ നിന്ന് വിശുദ്ധ വചനത്തിൻ്റെ വഴികളിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ ഞാൻ ദൈവികമായ ഒരു ജ്ഞാനം ഉപദേശിച്ചു കൊടുക്കണം. ആരെങ്കിലും എനിക്കായി ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ ജ്ഞാനമായി പറയുമ്പോൾ ഞാൻ ആ ഉപദേശത്തെ സ്വീകരിക്കണം. ഓ ദൈവമേ, അതിന് തക്കവണ്ണം എൻ്റെ ഹൃദയത്തെ അവിടുന്ന് അഭിഷേകം ചെയ്യണമേ. 2 കരങ്ങൾ ഉയർത്തി ഹൃദയത്തെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് നമുക്ക് ഉറക്കെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, കൃപയുടെയും വിവേകത്തിൻ്റെയും ആത്മാവിനെ അയക്കണമേ. വിവേകത്തോടെ സംസാരിക്കാനും ദൈവദാനങ്ങൾക്ക് ഒത്തവിധം ചിന്തിക്കാനും ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ മർക്കട മുഷ്ടി സ്വഭാവവും യേശുനാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ആരാധന, ആരാധന, ആരാധന. എതിർ ചിന്തകളും മല്ലടിക്കുന്ന പ്രവർത്തനങ്ങളും യേശുനാമത്തിൽ ഇപ്പോൾ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ തരത്തിലുള്ള ദുരദൃഷ്ടങ്ങളും തിന്മയുടെ സ്വഭാവങ്ങളും യേശുനാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഓ ദൈവമേ, അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ തരത്തിലുള്ള അന്ധകാരങ്ങളിൽ നിന്ന് കുടുംബങ്ങളെ വിടുവിക്കണമേ കർത്താവേ. യേശുവേ, ആരാധന, ആരാധന. യേശുവേ, ആരാധന, ആരാധന. യേശുവേ, നന്ദി. യേശുവേ, സ്തുതി. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ജ്ഞാനിയുടെ ഉപദേശം ജീവന്റെ ഉറവയാണ്. മരണത്തിന്റെ കെണിയിൽ നിന്ന് രക്ഷപ്പെടാൻ അത് നമ്മെ സഹായിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ 2 കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് നമുക്ക് യേശുവിനെ നാമം വിളിക്കാം. യേശുവിനെ നാമം വിളിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും സാത്താനും തകർച്ചകളും രോഗങ്ങളും അന്ധകാരങ്ങളും പൊട്ടി അമർന്ന് വീഴുന്നു. വലിയ സൗഖ്യങ്ങളും അനുഗ്രഹങ്ങളും സന്തോഷവും സമാധാനവും ആ ദേശങ്ങളിലേക്ക് നിറയുന്നു. കരങ്ങൾ ഉയർത്തി യേശുവിനെ വിളിക്കട്ടെ. യേശുവേ, 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 യേശുവേ. എല്ലാവരും യേശുവിനെ നാമം വിളിക്കുന്നു, കരങ്ങൾ ഉയർത്തി വിളിക്കുന്നു. കുടുംബങ്ങൾ അന്ധകാരങ്ങൾ തകരട്ടെ. മാരക വ്യാധികളെ ബന്ധിക്കുന്നു, കുടുംബ കലഹങ്ങളെ ബന്ധിക്കുന്നു, പൈശാചിക പീഡകളെ ബന്ധിക്കുന്നു. അന്ധകാര ശക്തികൾ അമരട്ടെ. ആരാധന, ആരാധന, ആരാധന.